റോയൽസ് 2008 കിരീടം നേടിയതിനു ശേഷം പക്ഷേ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ടീമിന് സാധിച്ചിട്ടില്ല. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായതോടെയാണ് രാജസ്ഥാന്റെ പ്രകടനത്തിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങിയത്. 2021 IPL സീസണിലായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു നിയമിതനായത്. 2021 സീസണിൽ 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 2022 ഫൈനലിൽ പ്രവേശിച്ചു. 2023 5ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. ക്യാപ്റ്റൻ സഞ്ജുവിന് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ആരെത്തും എന്നതിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം ലഭിച്ചു. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന സ്ഥാനത്തിനിടെയായിരുന്നു സഞ്ജുവിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ലഭിച്ചത്. വിക്കറ്റ് കീപ്പിംഗിൽ സഞ്ജു സാംസണിന്റെ പിൻഗാമിയായി രാജസ്ഥാൻ റോയൽസിന്റെ ഗ്ലൗ അണിയുക ആരായിരിക്കും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന സെഷനിൽ ധ്രുവ് ജൂറൽ എടുത്ത മിന്നും ക്യാച്ച് കണ്ട് സഹതാരങ്ങൾക്ക് വരെ അത്ഭുതം വന്നു. ഇതോടെയാണ് സഞ്ജുവിന്റെ പിൻഗാമിയായി രാജസ്ഥാൻ റോയൽസ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ജൂറൽ എത്തുമെന്ന നിരീക്ഷണം സജീവമായത്. ദക്ഷിണാഫ്രിക്കൻ ഇടം കയ്യൻ പേസറായ നന്ദ്രെ ബർഗറിന്റെ സ്വിംഗ് ബോൾ അത്യുജ്വലമായി ഇടത്തോട്ട് ഡൈവ് ചെയ്ത് അക്രോബാറ്റിക് രീതിയിൽ ധ്രുവ് ജൂറൽ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. ഈ വിക്കറ്റ് കീപ്പിംഗ് കണ്ട് നന്ദ്രെ ബർഗറും അത്ഭുതപ്പെട്ടുപോയി എന്നതാണ് വാസ്തവം. ജൂറലിനും പറക്കാൻ സാധിക്കും എന്ന കുറിപ്പോടെ രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയയിൽ ഈ അത്ഭുത കാഴ്ചയുടെ ദൃശ്യം പങ്കുവച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ഇടം കൈ പേസറായ നന്ദ്രെ ബർഗറിന്റെ സ്വിംഗ് ബോൾ അത്യുജ്വലമായി ഇടത്തോട്ട് ഡൈവ് ചെയ്ത് അക്രോബാറ്റിക് രീതിയിൽ ധ്രുവ് ജൂറൽ കൈപ്പിടിയിൽ ഒതുക്കി. ഈ വിക്കറ്റ് കീപ്പിംഗ് കണ്ട് നന്ദ്രെ ബർഗറും അത്ഭുതപ്പെട്ടുപോയി. ജൂറലിനും പറക്കാൻ സാധിക്കും എന്ന കുറിപ്പോടെ രാജസ്ഥാൻ റോയൽസ് സോഷ്യൽ മീഡിയയിൽ ഈ അത്ഭുത ക്യാച്ചിന്റെ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. IPL T20 ക്രിക്കറ്റ് 2023 സീസണിലാണ് ധ്രുവ് ജൂറൽ അരങ്ങേറിയത്. 2020 ICC അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്ന ജൂറലിനെ 2022 IPL ലേലത്തിൽ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി. 20 ലക്ഷം രൂപയ്ക്കായിരുന്നു രാജസ്ഥാൻ റോയൽസ് ജൂറലിനെ തട്ടകത്തിലെത്തിച്ചത്. ആദ്യ സീസണിൽ അരങ്ങേറ്റത്തിനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. 2023 സീസണിൽ രാജസ്ഥാനു വേണ്ടി IPL അരങ്ങേറ്റം നടത്തി. 13 മത്സരങ്ങളിൽ ഇറങ്ങിയ ജൂറൽ 152 റൺസ് നേടി. 2024 സീസണിൽ IPL തന്റെ കന്നി അർദ്ധ സെഞ്ചുറി ജൂറൽ സ്വന്തമാക്കി. ഏപ്രിൽ 25 ലക്നൌ സൂപ്പർ ജയന്റിനെതിരെ 34 പന്തിൽ 52 റൺസ് നേടിയായിരുന്നു ജൂറലിന്റെ കന്നി IPL അർദ്ധശതകം. 2024 സീസണിൽ രാജസ്ഥാനു വേണ്ടി 10 മത്സരങ്ങളിൽ നിന്ന് 103 റൺസും നേടിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. മുംബൈ ഇന്ത്യൻസിനെ 18 റൺസിന് വീഴ്ത്തിയാണ് കൊൽക്കത്ത സീസണിൽ പ്ലേ ഓഫിലെത്തുന്ന ആദ്യ ടീമായത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുത്തു. മറുപടി പറഞ്ഞ മുംബൈ ഇന്ത്യൻസ് 8ന് 139 റൺസിൽ ഒതുങ്ങിപ്പോയി. മഴ മൂലം വൈകി ആരംഭിച്ച മത്സരം 16 ഓവറായി ചുരുക്കിയിരുന്നു. വെങ്കടേഷ് അയ്യർ, നിതീഷ് റാണ, ആന്ധ്ര റസ്ലി, റിങ്കു സിംഗ് എന്നിവരുടെ സ്കോറുകളാണ് മുംബൈയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. അവസാന നിമിഷം ആഞ്ഞടിച്ച രൺദീപ് സിംഗ് 8 പന്തിൽ 17 റൺസുമായി പുറത്താവാതെ നിന്നു. മുംബൈക്കായി ജസ്പ്രീത് ബുംറ, പീയൂഷ് ചൌള എന്നിവർ 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. എന്നാൽ മറുപടി പറഞ്ഞ മുംബൈ ഇന്ത്യൻസിന് മികച്ച തുടക്കം ലഭിച്ചു. ആദ്യ വിക്കറ്റിൽ 65 റൺസ് പിറന്നു. 22 പന്തിൽ 40 റൺസ് എടുത്ത ഇഷാൻ കിഷന്റെ വെടിക്കെട്ടാണ് മുംബൈക്ക് മികച്ച തുടക്കം നൽകിയത്. എന്നാൽ പിന്നീട് വന്നവർക്ക് അധികം പിടിച്ചു നിൽക്കാനായില്ല. അവസാന നിമിഷം തിലക് വർമ്മയുടെ പോരാട്ടമുണ്ടായെങ്കിലും വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. 17 പന്തിൽ 32 റൺസുമായി തിലക് പുറത്തായി. കൊൽക്കത്തയ്ക്കായി ആന്ധ്ര റസ്ലും വരുൺ ചക്രവർത്തിയും ഹർഷിത് റാണയും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. എന്നാൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് ഇതിനോടകം പ്ലേ ഓഫിൽ കടന്നതായാണ് ഓൾറൗണ്ടർ ഡെനോവൻ ഫെറെ വ്യക്തമാക്കുന്നത്. എങ്കിലും ഇനിയുള്ള മത്സരങ്ങൾ പ്രധാനമാണെന്ന് താരത്തിന്റെ നിലപാട്. പോയിന്റ് ടേബിളിൽ 1-മോ 2-മോ എത്താനാണ് രാജസ്ഥാൻ ലക്ഷ്യമിടുന്നതെന്നും ഫെറെ പറഞ്ഞു. രാജസ്ഥാന്റെ അടുത്ത മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. ചെന്നൈ മികച്ച ടീമാണ്. ഈ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ പോയിന്റ് ടേബിളിലെ ആദ്യ സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ. എലിമിനേറ്റർ കളിക്കുന്നത് കൂടുതൽ സമ്മർദ്ദം ടീമിന് നൽകുമെന്നും ഫെറെ പ്രതികരിച്ചു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടത്. മികച്ച ടോപ്പ് ഓർഡറാണ് രാജസ്ഥാനുള്ളത്. മധ്യനിരയിലും പരിഗണിക്കേണ്ടതായി പ്രശ്നങ്ങളില്ല. മത്സരം വിജയിക്കാൻ ആവശ്യമായ ടീം ഇപ്പോഴും രാജസ്ഥാൻ ഉണ്ടെന്നും ഫെറെ വ്യക്തമാക്കി. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് മികച്ച പ്രകടനം നടത്തിയ ശേഷമാണ് ധ്രുവ് ജൂറൽ 2024 സീസൺ IPL-ന് എത്തിയത്. 2024 ജനുവരിയിൽ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ജൂറലിന് വിളിയെത്തി.